ഹായ് ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷെഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഇത്തിരി സ്പെഷ്യലാണ്, കുറച്ച് എന്താ പറയുക, എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് എന്തായാലും നിന്ന് പഠിക്കാം. അതിന് മുമ്പ് ചെറിയൊരു കഥ പറയാം. എനിക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടൊരു ചെറിയൊരു കഥയുണ്ട്, അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ കഥയും കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നമ്മുടെ കയ്യിൽ 5 വിരൽ ഒരു ദിവസം തമ്മിൽ തർക്കായി. അപ്പോൾ തള്ളവരിൽ പറഞ്ഞു രാജാവ് ആരാവണം എന്നുള്ളതായിരുന്നു കേട്ടോ അവരുടെ തർക്കം. അപ്പോൾ തള്ളവരിൽ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ തടിയും ശക്തിയും പവറുള്ള ആൾ, അപ്പോൾ ഞാനായിരിക്കണം രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ചൂണ്ടുവരന് ഇത് കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ചൂണ്ടുവരൽ പറഞ്ഞു ഒരാളെ ധൈര്യത്തോട് ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ഞാനാവണം, ധൈര്യമുള്ളവനായിരിക്കണം രാജാവ്, ശക്തി മാത്രം പോരാ, ധൈര്യം വേണം, അപ്പോൾ ഞാനാവണം രാജാവ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ നടുക്കത്തെ വിരലിൽ ചാടി എഴുതിയിട്ട് പറഞ്ഞു എടാ അങ്ങനെയല്ല, കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ള ആളായിരിക്കണം രാജാവ്. ഹൈറ്റ് എനിക്കാണല്ലോ, അപ്പം ഞാനാണല്ലോ രാജാവ്, നിങ്ങളുടെ എല്ലാവർക്കും സെൻട്രലിൽ ഞാനാണ്, അപ്പം ഞാൻ തന്നെ ആയിരിക്കണം രാജാവേണ്ടത്. അത് കേട്ടാൽ നമ്മുടെ മോതിരവരലിന് അങ്ങോട്ട് ഇഷ്ടമായില്ലേ. പുള്ളി അങ്ങനെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു മോനെ വല്ലാണ്ട് ഡയലോഗ് നടക്കണ്ട, സ്വർണ്ണം ഇടുന്ന ആളാണ് രാജാവ്, ഇപ്പോൾ സ്വർണ്ണം ഇടുന്നത് ഞാനാണ്, എൻ്റെ കയ്യിലാണ്, എൻ്റെ വിരലിലാണ് ആൾക്കാർ സ്വർണ്ണം ഇടുന്നത്, അപ്പം ഞാനായിരിക്കണം രാജാവ്. ഗോൾഡൊക്കെ നമുക്കാണല്ലോ, ഇപ്പോൾ സ്വർണ്ണവും കിരീടമൊക്കെ വെച്ച ആളാണ് രാജാവ്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് നമ്മുടെ ചെറുവിരലും നമ്മുടെ മോതിരവിരലും പറഞ്ഞു. പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു, അതാണ് നമ്മുടെ ചെറുവിരൽ. ആൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ശരിയാണ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ചെറുവിരലിനെ കൊണ്ട്. അപ്പോൾ ഇത് കേട്ട ചെറുവിരൽ കുറച്ചൊന്ന് ആലോചിച്ച് ഇങ്ങനെ ആൾക്ക് ചിന്തിച്ചിട്ട് ആൾ പറഞ്ഞു മനുഷ്യന്മാർ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഞാനാണ്, നമുക്കത് മതിയിട്ടാന്ന്. അപ്പോൾ ഇന്നത്തെ ആ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ചില്ലേ? ആ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോറി, കുറച്ച് തെറ്റുപറ്റി കിട്ടിയിട്ടാ. അതിലെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറുതാവാൻ ശ്രമിച്ചാൽ മതി, നമുക്ക് വലിയൊരു വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് വേഗം അങ്ങോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, ട്രാവലിംഗ് ഷെഫിൻ്റെ റെസിപ്പി നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചോപ്പ് ചെയ്ത കുറച്ച് ചിക്കൻ വേണം ചിക്കൻ റോളിന്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ചെറിയ നീളത്തിൽ അരിഞ്ഞ് കുറച്ച് ക്യാപ്സിക്കം വേണം. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അതുപോലെ തന്നെ നല്ല കനം കുറച്ച് അരിഞ്ഞ് നല്ല നീളത്തിൽ അരിഞ്ഞ് കുറച്ച് ക്യാരറ്റ് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ടൊമാറ്റോ, ഒരു പുളിപ്പിനൊക്കെ വേണ്ടിയിട്ടേ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ടൊമാറ്റോ ഒക്കെ ഉണ്ടാകുന്നത് കുറച്ച് നല്ലതാണ്. പിന്നെ മെയിനായിട്ട് ജിഞ്ചറും ഗാർലിക്കും വേണം, അതൊരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനിമ നിലനിർത്താൻ കുറച്ച് കറി ലീവ്സ്, പിന്നെ കുറച്ച് ഓണിയൻ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഒരു കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ മൈദ മാവിൽ കുറച്ച് പാലൊഴിക്കണം, പിന്നെ കുറച്ച് ഉപ്പിടണം. അത് വഴിയെ കാണും, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ടെന്നേ, ഇപ്പോൾ വരും നോക്കിക്കോ. വേണ്ട, നമ്മൾ കുറച്ച് ഉപ്പിട്ടു, ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കണം. അതായത് പാല് നമുക്കൊരു നല്ലൊരു ഫ്ലഫിനെസ് ഇതൊക്കെ നമുക്ക് തരും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് പാലൊഴിച്ചു. ഇനി നമുക്ക് അതിനാവശ്യമായിട്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒഴിച്ചു, ഇനിയൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോ റെഡിയായി. ഇനി ഈ ഡോ മിക്സ് ചെയ്ത ഡോ ഏകദേശം ഒരു 15 മിനിറ്റോളം ഒന്ന് പുറത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശരിയായി വരാനാണ്. അല്ലെങ്കിൽ 15 മിനിറ്റ് വയ്ക്കണം എന്നില്ല, നിങ്ങൾക്കിപ്പോൾ അത് 15 മിനിറ്റ് വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വയ്ക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ മിക്സ് ചെയ്യുന്ന ഡോയ്ക്ക് കുറച്ചും കൂടിയും നല്ലൊരു റിസൾട്ട് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ആ ചിക്കൻ റോളിൻ്റെ മിക്സ് ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇടാം. ജിഞ്ചർ ഗാർലിക് കുറച്ച് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓണിയൻ ഇട്ട് കൊടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ഒന്നും ക്യാരറ്റ് കഴിക്കില്ലല്ലോ, അപ്പോൾ ഇങ്ങനത്തെ റോളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്യാരറ്റ് ഉണ്ടാവുന്നൊന്നും അവർ നോക്കില്ല. റോളാണ് അവർക്ക് പ്രധാനം, അതിലെന്തുണ്ടെന്നായാലും അവരത് കഴിച്ചോളും. അപ്പോൾ അതിൽ കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോയും കറിവേപ്പിലയും ഇടാം. കറിവേപ്പിലയും ടൊമാറ്റോയും നല്ലൊരു
നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ മിക്സിന് കുറച്ചും കൂടി ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും തരും നമ്മുടെ ചിക്കൻ റോളിനെ. പിന്നെ അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം ഇടാം. ഇത് ട്രാവലിംഗ് ഷെഫിൻ്റെ റെസിപ്പി ഉണ്ട്. അത് അത്രയും ഒരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ ഇതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്നും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ചിക്കൻ റോളാ പേര്. അവിടെ ചിക്കൻ എന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ചിക്കൻ ദേ ഇപ്പോൾ വരും, നിങ്ങൾ എന്തായാലും പേടിക്കണ്ട. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇനി മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഇതൊക്കെ വരും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ഒക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ സോസ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പുള്ള ചെറിയ പൊടിക്കൈകളാണിത്. അതേ നമ്മുടെ കുരുമുളക് പൊടിയുടെ പോരായ്മ കൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സാധനം കിടക്കും, കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് ആ ചിക്കനും കൂടി ഒന്ന് ആഡ് ചെയ്യുക. എൻ്റെ പൊന്നി, ഒരു കാര്യം പറയാൻ പറഞ്ഞല്ലോ. ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഒഴിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റിയെടുക്കാം. ഇപ്പോൾ ട്രാവലിംഗ് ഷെഫ് വേണം ഇങ്ങനത്തെ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സംഭവം നിങ്ങൾ എന്തായാലും മനസ്സിൽ വെച്ചേക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് പേര്. ഇപ്പോൾ ഓർമ്മത് വെച്ചോ, ചിക്കൻ റോൾ. മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനും ക്യാരറ്റും വെജിറ്റബിൾസും ഒക്കെ ഇട്ട ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ടോസ് ചെയ്ത് എടുക്കുക. കുറച്ചും കൂടി ഉപ്പും മുളകോ എരിവോ എന്തെങ്കിലും വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോളിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൽ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് മസാലയുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മസാലയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് കറക്റ്റാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലെത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണത്. ബോർ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കണേ. നമ്മൾ നേരത്തെ ചപ്പാത്തി പോലെ നമ്മൾ മൈദ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോളാക്കി എടുത്ത് നന്നായിട്ട് പരത്തുക. കുറച്ച് ലൂസായിരിക്കും നമ്മളുടെ, പക്ഷെ പരത്തി ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കണം. ചപ്പാത്തി പോലെ ചുട്ടെടുക്കണം. ചപ്പാത്തി പോലെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോൾ ചെയ്യാന്നുള്ളതാണ്. റോൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ ആ ഒരു നമ്മളുണ്ടാക്കിയ ചപ്പാത്തി പോലെ ഉണ്ടാക്കിയ ഒരു ഡോ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ സാധനം ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു തുടച്ചുള്ള സ്ഥലത്ത് വെച്ച് അതൊന്ന് ചുട്ടെടുത്താവണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ആഡ് ചെയ്യാം, മയോണൈസ് ആഡ് ചെയ്യാം, മയോണൈസ് ആഡ് ചെയ്യാം, എന്ത് ഡിപ്പ് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അവിടെ നമ്മൾ നേരത്തെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചത് നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയ ഒരു ചപ്പാത്തിയുടെ പുറത്തായാലും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഈ ചപ്പാത്തി പോലത്തെ ഉള്ള ഈ ഒരു ഡോ വെച്ച് ഉണ്ടാക്കിയതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡും ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ബാക്കിൽ നിന്ന് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്യുമ്പോൾ പുള്ളിയിലുള്ള സ്റ്റഫിങ് പുറത്ത് വരില്ല. എന്നിട്ട് അത് മടക്കി ഒന്ന് റോൾ ചെയ്യുക. പിന്നെ റോൾ ചെയ്ത് അറ്റത്ത് വരുന്ന ഭാഗം കുറച്ച് ഫ്രീ ആയിട്ടുണ്ടാകും. കുറച്ചൊന്ന് ബാക്കിലേക്ക് പുഷ് ചെയ്ത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിലുള്ളത് ഇങ്ങനെ കറക്റ്റ് റോളായിട്ടിരിക്കാനായിട്ട് പറ്റും. എന്നിട്ട് അതൊന്നിൻ്റെ വഴിക്ക് നമ്മളിങ്ങനെ മൈദയുടെ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പശ പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, അത് കൊടുത്തൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ്. അപ്പോൾ നമ്മളങ്ങനെ ക്ലോസ് ചെയ്തുല്ലോ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. ഇനി ഇതൊന്ന് ചുട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ഇതിൽ ബട്ടർ തേച്ച് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. തവയിൽ ചുട്ടെടുക്കുന്നതായാലും നന്നായിരിക്കും. അതെല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. നമ്മളിവിടെ തവയിലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 2 നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തവയിലൊന്ന് ചൂടാക്കി അപ്പുറം ഇപ്പുറം ഒന്ന് ചൂടാക്കി എടുക്കാം. സംഭവം അടിപൊളിയായിട്ട് വരാം. നമ്മുടെ ഇവിടെ ഐറ്റം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തവയിലും കൂടി ഒന്ന് ചൂടാക്കി എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ റോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ ഹൗ ടു മേക്ക് റോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ പുതിയ റെസിപ്പി ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇത്തിരി സ്പെഷ്യലാണ്, എല്ലാത്തിനേക്കാളും ബെറ്റർ ആയിരിക്കും. ഇവിടെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, കാണാനാണെങ്കിൽ എന്തോരം ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ച് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ട്രാവലിംഗ് ഷെഫിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം. ഇതുപോലെ രസമായ കഥയും കുറച്ച് കുക്കിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.